താങ്ക് യു എവരിവൺ. ഇന്ന് പ്രത്യേകത സഭാ കലണ്ടറില് യൂഹാനോൻ മാന്താനയുടെ ജനനത്തെ അനുസ്മരിക്കുകയാണ്. ഇന്നത്തെ എവങ്കലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് 56 മുതൽ 80 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. എലിസബത്തിന് പ്രസവിപ്പാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോട് കൂടെ സന്തോഷിച്ചു. നമ്മള് തിരുവെഴുത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ വളരെ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞത് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളില് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കരുണയുടെ പ്രാധാന്യം. അപ്പൊ ആ കരുണയുടെ പ്രാധാന്യം നമ്മള് പ്രാർത്ഥനയാണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഈ കരുണ എന്ന പ്രയോഗം കാണുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് സ്ലോ ചെയ്യണം, ഒന്ന് പോസ് ചെയ്യണം, എന്നിട്ട് നോക്കണം. കർത്താവ് അവളോട് കരുണ കാണിച്ചു. എവരിത്തിങ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാം മേഴ്സി ഓഫ് ഗോഡാണ്, ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയാലാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞിനെ ലഭിച്ചിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ അവിടെ തിരുവെഴുത്തി പറയുകയാണ്, അവൾക്ക് കരുണ ലഭിച്ചു. ദൈവത്തിന്റെ കരുണ, മേഴ്സി ഓഫ് ഗോഡ്. അപ്പൊ നമുക്ക് എന്ത് ലഭിച്ചാലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ എല്ലാം കാരണം മേഴ്സി ഓഫ് ഗോഡാണ്. പൗലോസ് ശ്ലീഹായുടെ തിയോളജി ഞാൻ എപ്പോഴും വായിക്കുന്നതാണ്. റോമാലേഖനം 9-ാമത്തെ അധ്യായം നമ്മൾ എപ്പോഴും വായിക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നത്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ, all because of the mercy of God, ദൈവത്തിന്റെ കരുണയാലാണ്. റോമാലേഖനം ഞാനത് നോക്കുകയായിരുന്നു. റോമാലേഖനം 9:16 ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നത്. അവിടെ പൗലോസ് ശ്ലീഹ അടിവരയിട്ട് പറയാണ് സകലവും, all things. ഇത് അക്നോളജ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് വലിയ സംഘർഷമാണ്. അപ്പൊ നമ്മുടെ അകത്ത് വലിയ അഹങ്കാരമുണ്ട്. ഇപ്പൊ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും ഉണ്ട്. ഞാൻ പെന്തക്കോസ്തിൽ 25 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഈ യാക്കോബായ സഭയിലോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് അങ്ങനെയുള്ള സഭകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കലാപരിപാടി പെന്തക്കോസ്തിലുണ്ട്. സാക്ഷ്യം പറയുക എന്ന് പറയും. കാരണം എല്ലാവർക്കും ഒരു ചാൻസാണ്. ഭയങ്കര സാക്ഷിയാണ്. മിക്കവാറും ഒരു പാട്ടിന്റെ 2 വരിയൊക്കെ പാടി ഇങ്ങനെ പൊങ്ങി സാക്ഷ്യം പറയും. ഈ സാക്ഷ്യം പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഇവരെല്ലാം അറിയാവുന്ന. സാക്ഷ്യം പറയുന്ന സമയത്ത് ചുമ്മാ കേൾവിക്കാരെ ദൈവത്തെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടി പലതും ഇങ്ങനെ പറയും. ഞാൻ താഴ്ന്നിരിക്കുന്നു, ഏഴയാണ്. അപ്പൊ ഇവര് മനസ്സിൽ പറയുന്ന അതൊന്നുമല്ല. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള സഹോദരിമാരോടും ഒക്കെ പിന്നീട് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും ആരെ പുറത്ത് കിട്ടുമ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കും. പണ്ട് തൊട്ടുള്ള എൻ്റെ ഒരു ശീലമാണ്. പേഴ്സണലായിട്ട് ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്ത് കാര്യങ്ങൾ ഉറപ്പിക്കും. അപ്പൊ എൻ്റെ നിഗമനങ്ങൾ ശരിയാണെന്ന് ഞാൻ ഉറപ്പുവരുത്തും. അതെല്ലാം 99% ശരിയാണ്.
ചിലപ്പോൾ ദൈവം തന്നല്ലാതെ എനിക്കൊന്നുമില്ല എന്നൊക്കെ പറയും. ഞാൻ പിന്നെ അച്ചായനെ വിളിച്ച് നേരിട്ട് ചോദിക്കും. അച്ചായൻ പറയും അച്ചായൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടോ. ഞാൻ എനിക്ക് അച്ചായൻ പിന്നെ ഇതിനെ പള്ളി വെച്ച് അങ്ങനെ സഭായോഗത്തിനകത്ത് അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരൊക്കെ പള്ളിയിൽ പോയിരിക്കാം, സൺഡേ മോർണിംഗ്. നിങ്ങൾക്ക് ശരിക്കും ഇത് അക്നോളജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചലഞ്ച് ആകട്ടോ, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒറ്റയടിക്ക് ഞാനിത് ചോദിക്കുമ്പോൾ പറയും ഓ യെസ് പിന്നെ ദൈവം തന്നു. പക്ഷെ അതിന്റെ ഡെപ്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങ്. എന്നിട്ട് നിങ്ങളെ തന്നെ പരിശോധിക്കുക. നിങ്ങളെ തന്നെ പരിശോധിച്ചിട്ട് നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇത് അക്നോളജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദൈവം തന്നതല്ലാതെ, ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? പൗലോസിനെ ചോദിക്കുക. ആർജിച്ചതോ, നേടിയതോ, സമ്പാദിച്ചതോ? ഓൾ തിങ്സ്. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. ശലോമോന് സഭാപ്രസംഗം എഴുതുമ്പം അതിനകത്ത് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, സൂര്യന് കീഴെ വല്ലാത്തൊരു തിന്മ ഞാൻ കണ്ടു. അത് വേഗതയുള്ളവർ ഓട്ടത്തിലും ശൂരന്മാരായവർ യുദ്ധത്തിലും ജയിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും വേഗതയുള്ളവർ ഓട്ടത്തിൽ അങ്ങനെ വേഗതയുള്ളവരാണ് ജയിക്കുന്നത്. പക്ഷെ വേഗതയുള്ള എല്ലാവരും, അല്ലെ ഏറ്റവും വേഗതയുള്ള ആളായിരിക്കണമെന്നില്ല ജയിക്കുന്നു. ശൂരന്മാരായവർ യുദ്ധത്തിൽ വിജയിക്കണം. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള, ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, സ്കൂളിൽ പഠിച്ചപ്പം ആവറേജ് നിലവാരത്തിൽ പഠിച്ചവരായിരിക്കും പിന്നെ ഉന്നത നിലയിലൊക്കെ ഇരിക്കുന്നത്. അതേ ബാച്ചിന്റെ ടോപ്പ് സ്കോറേഴ്സിനൊക്കെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം വല്ല നിലക്കടല വിൽക്കുകയൊക്കെ ആയിരിക്കും. ശലോമോൻ പറയാണ്, സൂര്യന് കീഴെ ഞാൻ കണ്ട ഒരു തിന്മയാണ്. നിങ്ങൾ ഇപ്പൊ ഓസ്ട്രേലിയയിൽ നല്ല ശമ്പളം വാങ്ങി ജീവിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച എത്രയോ സമർത്ഥരും ആയിട്ടുള്ള ആളുകൾ നാട്ടിൽ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഇത് മേഴ്സി ഓഫ് ഗോഡാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഇത് അക്നോളജ് ചെയ്യുകയാണ്. ഇപ്പൊ എലിസബത്തിന് കുഞ്ഞ് ജനിച്ചപ്പോൾ തിരുവെഴുത്തില് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കരുണ ലഭിച്ചു, അവൾക്കൊരു കുഞ്ഞ് ലഭിച്ചു. ഇപ്പൊ നമ്മുടെ ഏവങ്കേലിയോൻ, ഇന്നത്തെ ഏവങ്കേലിയോൻ ആരംഭിക്കുമ്പം ആ കരുണയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പൗലുസ്ലിഹയുടെ പേഴ്സണൽ ആയിട്ടുള്ള ടെസ്റ്റിമണി, സകലവും കരുണയാണെന്ന് പൗലുസ്ലിഹ പറയുന്നുണ്ട്. പക്ഷെ പൗലുസ്ലിഹ ഇത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ അക്നോളജ് ചെയ്യുമായിരുന്നു. പൗലുസ്ലിഹയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുകയാണ്. നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കുക, ഈ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം സാധിക്കുന്ന ഒരു ബൈബിൾ തുറന്നു നോക്കുക. അവിടെ വായിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യവുമാക്കുന്നു. They have a ministry because of the mercy of God. ഒരു ശുശ്രൂഷ, അതും ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ പറയുമ്പോൾ 10 പേര് കേൾക്കാനുണ്ട്. ഞാൻ ചെല്ലുന്നിടത്ത് 10 പേര് കൂടി വരുന്നുണ്ട്. എതിർപ്പുകളുണ്ട്. എങ്കിലും പല സ്ഥലത്ത് സഭകൾ സ്ഥാപിക്കാൻ സാധിച്ചു. അനേക ശിഷ്യന്മാരെ വിളിച്ച് ആക്കുവാൻ സാധിച്ചു. ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചു. പൗലോസ് എഴുതുകയാണ് എന്നിട്ട്, എന്താ, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ. മിനിസ്ട്രി ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു മേഴ്സി ഓഫ് ഗോഡ്. നിങ്ങൾക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മേഴ്സി ഓഫ് ഗോഡ്. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചെങ്കിൽ മേഴ്സി ഓഫ് ഗോഡ്. നിങ്ങൾക്കൊരു ജോലി ലഭിച്ചെങ്കിൽ മേഴ്സി ഓഫ് ഗോഡ്.
ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ. അപ്പൊ ഈ ഏവങ്കേലിയം ഭാഗം, ഇന്നത്തെ ഏവങ്കേലിയം ഭാഗം തുടങ്ങുന്നത് കരുണയിലാണ്. കരുണ. ഞാനിങ്ങനെ ഇന്ന് മോർണിംഗ് മെഡിറ്റേഷന് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ദർബാറിലുണ്ടായിരുന്ന കുറച്ച് പേര്, നമ്മുടെ എൽദോ അന്നേരം പറഞ്ഞു ഇന്നത്തെ ഏവങ്കേലിയനെ പറ്റി പറയാൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഏവങ്കേലിയൻ എടുത്ത് വായിക്കുകയായിരുന്നു. അപ്പൊ അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. നിങ്ങൾ നോക്കുക, എത്ര കൃത്യമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന കരുണയെക്കുറിച്ച്. അപ്പൊ ഇന്നത്തെ ഏവങ്കേലിയൻ ഭാഗം 57-ാമത്തെ വാക്യം മുതൽ 80-ാമത്തെ വാക്യം വരെയാണ്. നമുക്ക് വളരെ പരിചയമുള്ള സംഭവമാണ്. യോഹന്നാൻ പേരെഴുതി കാണിക്കുന്നതും വാ തുറക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അതെല്ലാം ഉണ്ട്. ഒത്തിരി സംഭവങ്ങളുണ്ട്. ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ കാണാം. അത് കഴിഞ്ഞ് അവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾ താഴോട്ട് വരണം. താഴോട്ട് വന്നു കഴിയുമ്പം 77-ാമത്തെ വാക്യത്തിൽ വരുമ്പം, നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനായി കുഞ്ഞേ നീ അവന് മുമ്പായി നടക്കും. നിങ്ങൾക്കൊരു വളരെ ശ്രദ്ധിക്കണേ, അവിടെ 77-ാം വാക്യത്തിൽ പറയാണ്, നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ആർക്ക് മുമ്പായി നടക്കും? അവിടെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ ആർദ്രകരുണയാൽ അവന്റെ ജനത്തിന്, ദൈവത്തിന്റെ ജനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുക്കുവാൻ നീ അവന് മുമ്പായി നടക്കും. ആർക്ക് മുമ്പായി? ദൈവത്തിന് മുമ്പായി നടക്കും. യോഹന്നാൻ സ്നാപകൻ ആർക്ക് മുമ്പായിട്ടാണ് നടന്നേ? യേശുവിന് മുമ്പായിട്ടാണ് നടന്നത്. അപ്പൊ യേശു ദൈവമാണെന്ന് സാധാരണ ആരും ഉദ്ധരിക്കാത്ത ഒരു ആർഗ്യുമെന്റ് പോയിന്റാണിത്. സാധാരണ യേശുവിന്റെ ദൈവത്തെ ഉദ്ധരിക്കുന്നവരൊന്നും ഈ വാക്യം ഉദ്ധരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനായി നീ അവന് മുമ്പായി നടക്കും. നീ അവന് മുമ്പായി നടക്കും. നീ അവന് മുമ്പായി നടക്കും. ആർക്ക് മുമ്പായി? യേശു. അപ്പൊ നമ്മുടെ വിശ്വാസം എത്ര സ്ക്രിപ്ചറലാണ്, മനസ്സിലായോ? അതായത് സുറിയാനി സഭയുടെ വിശ്വാസം ഞാൻ ഇത് കഴിയുമ്പോൾ വന്ന് ശരിയാകും. കുറച്ച് കൈ മുറിച്ചോണ്ട് വന്നിരിക്കും. ഇത് കഴിയുമ്പോൾ പോയി ഒരു ബാൻഡേ വെച്ചു കൊടുക്കും. അപ്പൊ സുറിയാനി സഭയുടെ വിശ്വാസം യേശു ദൈവമാണെന്നുള്ളതാണ്. വേറെ ഒരു സഭയ്ക്കും ആ വിശ്വാസമില്ല. ലോകത്തിലൊരു സഭയ്ക്കും ഇല്ല. ഇപ്പൊ ചിലരൊക്കെ കോപിക്കും, ഈ ലൈവിന്റെ കീഴെ ചീത്ത എഴുതിയിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്നു സഹോദരൻ, നിങ്ങളുടെ സഭയ്ക്ക് ആ വിശ്വാസമില്ല. ലോകത്ത് ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഏക സഭ സുറിയാനി സഭയാണ്. ബാക്കിയൊക്കെ ഈ അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങായുടെ പുളി അറിയുന്നെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലിയവായി പറയാം, പിന്നെ യേശു ദൈവം ചോദിച്ചു പിടിച്ചു വരുമ്പം പെന്തക്കോസുകാരുടെ യേശു ദൈവമാണെന്ന് ചോദിച്ചോ, അയ്യോ പിന്നെ യേശുവിന്റെ ദൈവത്വമൊക്കെ തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ. യേശു എപ്പോഴായിരുന്നു ദൈവം? പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ യേശു ദൈവം? അപ്പൊ എപ്പോഴാണ് യേശു കർത്താവിന് ഇടയ്ക്ക് ദൈവത്വം ഒന്ന് സിദ്ധിച്ചു? അണ്ട് ഞങ്ങളുടെ നാട്ടില് ഞാനിങ്ങനെ ഈ മിക്ക കടയിലൊക്കെ ചെല്ലും, ഒത്തിരി കടക്കാരും ഒക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ പരിചയവും ലോഹിയൊക്കെയാണ്. അപ്പൊ മിക്കവാറും പല കടക്കാരും ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, എന്നോട് വന്ന് ഇച്ചിരി നേരം ഇവിടെ ഇരുന്നോണം. അവരുടെ ആ മേശന്റെ ആ കസേര ആരെല്ലാം വന്നു കഴിഞ്ഞാൽ ശകലം നേരത്തെ തന്നെ, സ്ഥിരമായിട്ടൊന്നും ഇല്ല, ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ ഒന്നിരിക്കും. ആ പുള്ളി അങ്ങോട്ടെല്ലാം ഒന്ന് പോകുന്ന നേരത്തേക്ക് ലോഹ്യത്തിനിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കുറച്ച് സമയത്തേക്ക് യേശുവിന് ഒരു ചെറിയ ദൈവത്വം കൊടുത്തു.
എന്ന് മാത്രമാണ് ഇതര സഭകൾ വിശ്വസിക്കുന്നത്. ആരും പിണങ്ങല്ല കേട്ടോ, ആരും പിണങ്ങല്ല, ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഭായുമായിട്ട് പോയി കൺസൾട്ട് ചെയ്യുവോ കൺഫേം ചെയ്യുവോ ഒക്കെ ചെയ്യും. പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്ന് വിശ്വസിക്കുന്ന ഏക സഭ സുറിയാനി സഭയാണ്. വേറെ സഭയൊന്നും അത് വിശ്വസിക്കുന്നു. എന്നോട് വെറുതെ പണം കണ്ട ഇല്ല, ഇല്ല, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. കാരണം അവരൊക്കെ യേശു കുരിശിൽ മരിച്ചു എന്നാണ്, ദൈവം കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്ന ലോകത്തിലെ ഏക സഭ. ആ വിശ്വാസം നിമിത്തം ക്രിസ്ത്യാനികൾ ആയിട്ട് അവകാശപ്പെടുന്ന ഇതര വിഭാഗങ്ങളുടെ പരിഹാസം ഏൽക്കുന്ന സഭ, ആദ്യം മുതൽ പരിഹാസം ഏറ്റ സഭ, ആ സഭയാണ് സുറിയാനി സഭ. ആ സഭയാണ് ചെറിയ ആട്ടിൻകൂട്ടം. അതുകൊണ്ടാണ് ഞാൻ സുറിയാനി സഭയെ സ്നേഹിക്കുന്നത്. ഞാൻ അതിനുകൊണ്ട് ജന്മപരമായിട്ട് എനിക്ക് അതുകൊണ്ട് ബന്ധമുള്ളതുകൊണ്ടൊന്നുമല്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് നോക്ക്, ഈ തിയോളജി, ഈ ദൈവശാസ്ത്രം ഹോൾഡ് ചെയ്യാണ്. അപമാനം, നിന്ന ഒക്കെ ഉണ്ടാവും. കാരണം അവരുടെ സൊഫിസ്റ്റിക്കേറ്റഡ് തിയോളജി ആയിട്ടൊന്നും നമുക്ക് പിടിച്ചിരിക്കാനില്ല. അവർ പല പല കാര്യങ്ങൾ പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, സുറിയാനി സഭ വിശ്വാസത്തിൽ ഏറ്റു പറയുന്നു, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് ദൈവം തന്നെയാണ്, അവൾ പ്രസവിച്ചത് ദൈവം തന്നെയാണ്, അവൾ മുലയൂട്ടിയത് ദൈവത്തെ തന്നെയാണ്. ബെയ്ത്ലഹേമിൽ ജനിച്ച് നസറത്തിൽ വളർന്ന് യെരുശലേമിൽ പ്രവർത്തിച്ച് കാൽവരിയിൽ മരിച്ച യേശു കർത്താവ് ദൈവം തന്നെയാണ്. അപ്പൊ ആ കുരിശിൽ മരിച്ചതും ദൈവം തന്നെയാണ്. ഇത് ഏറ്റു പറയുന്ന ഏക സഭ സുറിയാനി സഭയാണ്. സുറിയാനിക്കാർക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ മാത്രമാണ്, യു ആർ ദ ഓൺലി ഗ്രൂപ്പ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു, നിങ്ങൾ എന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു, ആ ക്രിസ്റ്റോളജിയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ശീമോനെ ശീമോനെ, നീ തന്നെ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്. ശീമോൻ പാടുകയാണ്, ശമോനോ ഊര ചെയ്തു ജീവനുള്ള ദൈവ പുത്രനായി നിന്നെ ഞാൻ കാണുന്നു. ശമോനോ ഊര ചെയ്തു ജീവനുള്ള ദൈവ പുത്രനായി നിന്നെ ഞാൻ കാണുന്നു. ആ ഒരു വിശ്വാസ പ്രഖ്യാപനം, അതിന് ഒരു മായവും ചേർക്കാതെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ട്രൈസാഗ്യം ചൊല്ലുമ്പോ ബാക്കി സഭകളെല്ലാം അവിടെ കൊണ്ട് നിർത്തും. പക്ഷേ സുറിയാനി സഭ മാത്രം പറയും, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇത് പറയാൻ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അർത്താൽ പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് വിശ്വസിക്കുന്ന ഏക വിഭാഗം ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. സുറിയാനി സഭയുടെ ശ്രേഷ്ഠത സുറിയാനിക്കാർ മനസ്സിലാക്കുക. ലോകത്ത് എത്രയോ വിഭാഗങ്ങളുണ്ട്, പക്ഷേ പ്യുവറസ്റ്റ് ഡോക്ട്രിൻ ഹോൾഡ് ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യം. ഇവിടെ നമ്മൾ വളരെ സംഭവങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ എന്ന് പേരിടണം, അവളോട് നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ, പിന്നെ അവൻ എന്ത് പേർ വിളിപ്പാൻ. നിങ്ങൾ ഓർക്കുക, 2 പ്രസവത്തെ കുറിച്ച് വളരെ വളരെ വിശദീകരണം നൽകുകയാണ്. ഒന്ന് എലിശബത്തിന്റെ പ്രസവം, മറ്റേത് പരിശുദ്ധ മറിയത്തിന്റെ പ്രസവം. ഈ പ്രസവം ഇന്നും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഈ ഓൺലൈനിലൊക്കെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, ചെറുപ്പക്കാരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവരൊക്കെ ഈ വിവാഹം അടുത്തിടെ കഴിഞ്ഞവരും ഫസ്റ്റ് കുഞ്ഞ് ജനിക്കുന്നവരും ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഉണ്ടായിരുന്നു.
ഒരാളുടെ വൈഫ് പ്രസവിക്കുക. അപ്പൊ എന്തോ ഒരു ആദ്യത്തെ കടിഞ്ഞൂൽ പ്രസവത്തിനൊക്കെ ഉള്ള പരാക്രമം, ഹസ്ബൻഡിനുള്ള ബുദ്ധിമുട്ടും ടെൻഷനും, ഇത് നമ്മളെ വിളിച്ച് ഇങ്ങനെ വെപ്രാളമൊക്കെ പറയും. ഈ 2020 ഇത്ര ആധുനിക സൗകര്യങ്ങളും മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ ഉള്ളപ്പോഴാണ് ഈ പ്രയാസം. 2000 വർഷം മുമ്പുള്ള ആ പ്രയാസം ഒന്ന് ഓർത്തു. ഇന്നും നമുക്ക് ആശുപത്രി വാസം, മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെയാണ്, എല്ലാ സൗകര്യമുണ്ട്, കാര്യങ്ങളുണ്ട്, ക്യാൻറ്റീനുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഒരു കാരണവശാലും ആശുപത്രി കിടക്കാൻ ഇട വരരുത്. കാരണം കിടക്കാൻ ഇട വന്നാൽ കിടക്കണം, പക്ഷെ എന്നാലും ഒരു ആശുപത്രി വാസം ഭയങ്കര ബുദ്ധിമുട്ട്. എത്ര ആധുനിക ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ട്. അപ്പൊ സൗകര്യങ്ങളില്ലാത്ത, ഇലക്ട്രിക് ലൈറ്റ് ഇല്ലാത്ത, ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ആ ഗ്രാമത്തിൽ, ആ പാലസ്തീനിയൻ ഗ്രാമത്തിൽ, ആ ഇരുളില്, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്, എന്തോ വിളക്കാ ഉള്ളത്, എന്തായാലും ചെറിയ മുരിഞ്ഞു കത്തുന്ന വിളക്കെല്ലാം കാണും. എല്ലാത്തരം പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും ഭീതിയുടെയും ഒക്കെ ഇടയിലാണ് ആ മനുഷ്യരൊക്കെ കഴിഞ്ഞിരുന്നത്. ഒരു ഇരുണ്ട യുഗം എന്ന് തന്നെ പറയാം. ഇരുണ്ട യുഗം. അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർക്കുന്നു, ഞങ്ങളുടെ വീട്ടിലൊന്നും ഇലക്ട്രിസിറ്റി എൻ്റെ വളരെ ചെറുപ്പം മുതലുണ്ട്. പക്ഷെ ഭൂരിപക്ഷം വീടുകളിലും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, ചില ഗ്രാമപ്രദേശം, ചില ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഒട്ടും തന്നെ ഇലക്ട്രിസിറ്റി, ലൈൻ കമ്പി പോലും ഇല്ല എവിടെയും. ഞങ്ങളുടെയൊക്കെ വീട്ടിലാണ് ഇലക്ട്രിസിറ്റി ഉണ്ടായെന്ന് വന്നിട്ട് വലിയ അർത്ഥമൊന്നുമില്ല, മിക്കവാറും കറണ്ട് കാണത്തുമില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കറണ്ട് വരുമെന്നുള്ളതല്ലാതെ. അപ്പൊ ഈ യാത്രാ സൗകര്യങ്ങളില്ല. നിങ്ങളൊന്ന് ഓർത്തോട്ട്, നിങ്ങൾക്കൊക്കെ അറിയാം ആ അത്ര ബുദ്ധിമുട്ട്. അപ്പൊ ഇതൊക്കെ ഞാനൊരു 10, 40, 45 കൊല്ലം മുമ്പത്തെ കഥയാ പറയാം. പക്ഷെ 2000 വർഷം മുമ്പ് ആ കുഗ്രാമത്തിൽ എന്തോ ഒരു അസൗകര്യങ്ങളുണ്ട്, എത്ര അനിശ്ചിതത്വമുണ്ട്. ആ അനിശ്ചിതത്വത്തിന്റെയും അസൗകര്യങ്ങളുടെയും അന്ധകാരത്തിന്റെയും ഇടയിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. മനുഷ്യന്റെ ഇരുളുകളിലേക്ക്, മനുഷ്യന്റെ കുറവുകളിലേക്ക്, മനുഷ്യന്റെ പരിമിതികളിലേക്ക്, മനുഷ്യന്റെ ഞെരുക്കങ്ങളിലേക്ക്, അവന്റെ ഇല്ലായ്മകളിലേക്ക്, അവന്റെ വല്ലായ്മകളിലേക്ക്, അവന്റെ പ്രശ്നങ്ങളിലേക്ക്, പ്രതികൂലങ്ങളിലേക്ക്, വെല്ലുവിളികളിലേക്ക് ദൈവം ഇറങ്ങി വന്നു. ഇമ്മാനുവേൽ. അന്ന് വലിയ വെളിച്ചവും പന്തവും മറ്റ് ചെറാന്തലുകളും ഒക്കെയുള്ള രാജകൊട്ടാരങ്ങളിലേക്കൊന്നുമല്ല. ബെയ്ത്ലഹേമിലെ ഒരു കല്ലിന്റെ ഗുഹയിൽ, അവിടേക്ക്, ഇരുളുകളിലേക്ക്, പരിമിതികളിലേക്ക്, സാധാരണക്കാരുടെ ഇടകളിലേക്ക് നമുക്ക്, നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് പരിമിതപ്പെടാൻ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ഈ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ എപ്പോഴും നിങ്ങൾ കാണുന്ന ബിന്നി ജോൺ, അദ്ദേഹത്തിന്റെ വൈഫിന് ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു, ഒരു മൈനർ സർജറി. പുള്ളിയെ സംബന്ധിച്ച് വലിയ വിഷയമായിരുന്നു, പുള്ളിയുടെ ഭാര്യയ്ക്ക് വിഷയം. കാരണം അങ്ങനെയാണ്, ചെറുപ്പക്കാരാണ് അവർ. നമുക്കറിയാം, നമുക്കൊരു ചെറിയ, ഇപ്പൊ എന്റെ കൊച്ചു വന്നു, കൈ ഇങ്ങനെ വിരലിങ്ങനെ മുറിഞ്ഞു. അവള് ക്രിസ്തുമസിന്റെ അലങ്കാരം ഇങ്ങനെ കത്രിയൊക്കെ ഇങ്ങനെ ചെയ്തു, അപ്പൊ ചെറുതായിട്ട് കട്ടുണ്ട്. ഇപ്പൊ അവളെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. അപ്പൊ അവർക്ക് ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരുന്നു സർജറി. അപ്പൊ അവിടെ പല ഓപ്ഷൻ ഉണ്ട്, ജനറൽ വാർഡ്, അപ്പൊ അതിനൊക്കെ പല ഫീസാണ്, പാക്കേജാണ്. അപ്പൊ ബിന്നി വന്ന് എന്നോട് എപ്പോഴും പറയും, അയ്യോ ജനറൽ വാർഡ് വേണ്ടായിരുന്നു, മറ്റുള്ളത് 2 ഷെയറിങ്. ഞാൻ പറഞ്ഞു, പിന്നെ 2 ഷെയറിങ് ഇട്. അപ്പം വേറൊരു കുട്ടിയുടെ ആ മുറിയിലോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാ, 2 ദിവസത്തെ കാര്യമുള്ളൂ. പക്ഷെ ബുദ്ധിമുട്ടാണ്, ഒരു സിംഗിൾ റൂം കിട്ടും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 2 ഷെയറിങ്ങിന്റെ ഫീസിന് ഒരു സിംഗിൾ റൂം തരാൻ ചെന്ന് പറയാൻ പറഞ്ഞു. അവരേതായാലും കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇപ്പൊ ഞാനാണല്ലോ അങ്ങനെ ചെയ്യും, നിങ്ങളാണല്ലോ അങ്ങനെ ചെയ്യും. നമുക്കൊരൊട്ടും ഞെരുങ്ങാനും അസൗകര്യപ്പെടാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ദൈവസ്നേഹത്തെ ചിന്തിക്കണം. സ്വർഗത്തിൽ നിന്ന് ദൈവത്തോടുള്ള സമത്വം വിട്ട്, ദൂതന്മാരുടെ ആരാധന വിട്ട്, സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ഈ താന്ന ലോകത്തേക്ക് അവൻ ഇറങ്ങി. മഹിമ വെടിഞ്ഞു മഹിയിൽ വന്നു, മനുഷ്യരിൽ വാഴുന്നു. ആ മഹിമ വെടിഞ്ഞ് അവൻ താഴോട്ട് വരികയാണ്, നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. ഈ പെന്തക്കോസ്തുകാർ പറയുന്ന പോലെ പാപം മോചിക്കാൻ വേണ്ടി ഒന്നും വന്നതല്ല. അവിടെ അതേ കാര്യം ഇന്നത്തെ എവങ്കേലിയോനിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് വരുന്നത്. ആ വാക്ക് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ആ ആർദ്ര കരുണയാൽ, 79 വാക്യം നമ്മൾ അവസാനത്തെ വാക്യം, ആ ആർദ്ര കരുണയാൽ
ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. എത്ര വണ്ടർഫുൾ വാക്യമാണ് നമ്മളവിടെ കാണുന്നത്. എത്ര അതിശയകരമായ ഒരു വാക്യം. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. വിസിറ്റേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി, ഗോഡ്സ് ടെൻഡർ മേഴ്സി. ഇരുളിലിരിക്കുന്നവർക്ക് വെളിച്ചം നൽകുവാൻ, because of the tender mercy of our God, by which the rising sun will come to us from heaven. The rising sun will come to us from heaven. ഉദയസൂര്യൻ NIV-യുടെ തർജ്ജിമയാണ് ഞാൻ വായിച്ചത്. Because of God's tender mercy, the morning light from heaven is about to break upon us. Because of the tender mercy of our God, whereby the sunrise shall visit us from on high. ഓരോ തർജ്ജിമ അത്ര ഭംഗിയാന്ന് നോക്കി. Because of the tender mercy of our God, by which the dawn will shine upon us. Berean Bible, New American Standard Bible. Because of the tender mercy of our God, with which the sunrise from on high will visit us. The visitation of the Son of God. Both Son of God, S-O-N, Son of God, S-U-N, both are correct. ദൈവത്തിന്റെ സൂര്യനും ദൈവത്തിന്റെ മകനും ആ ആർദ്ര കരുണ നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. The tender mercy of God will visit us എന്ന് പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് has visited us. ആർദ്ര കരുണയുടെ സന്ദർശനം ഉയരത്തിൽ നിന്ന് ലഭിച്ചവർ. This is gospel. This is true gospel. That is our part. മനുഷ്യവർഗത്തെ ഇരുളിൽ നിന്നും അന്ധതമസിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും വിടുവിക്കേണ്ടതിന് ഉയരത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഏവങ്കേലിയൻ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്ന ആ അത്ഭുതകരമായ സംഭവം, നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ഉടനെ അവന്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു. അവന്റെ അപ്പനായ സക്രിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പം സക്കറിയ പുരോഹിതന്റെ പ്രോഫസി, പരിശുദ്ധാത്മാവ് സക്കറിയ പ്രവാചകനിലൂടെ സംസാരിക്കുമ്പോൾ പറയാണ്, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇതേ കാര്യമാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിത്തോസിന് എഴുതുമ്പോൾ പറയുന്നത്. ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. The grace of God, the mercy of God. ആർദ്ര കരുണ സക്കറിയ പറയുമ്പോൾ പൗലോസ് ശ്ലീഹ പറയാണ്, ദൈവകൃപ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സൂര്യൻ ഉദിക്കുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് ലോകത്ത് എത്ര ഇരുട്ടായിരുന്നു. ആ ഇരുളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്വേഷണമായിരുന്നു ഈ മഹർഷീശ്വരന്മാർ. അവരെല്ലാം അന്വേഷിച്ചു. എന്താണ്? അസതോമാ സദ്ഗമയ, ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിൽ എത്തിക്കണമേ, പെണ്ണിനെ കെട്ടിക്കാൻ സഹായിക്കണേ, പ്രൊമോഷൻ തരണേ, ട്രാൻസ്ഫർ വരരുതേ, ഇപ്പൊ കൈക്കൂലി നന്നായി കിട്ടുന്ന ഈ സ്റ്റേഷനിൽ നിന്ന് വേറൊരു സ്റ്റേഷനോട്ട് മാറ്റരുതേ. ഇങ്ങനത്തെ അപേക്ഷയൊന്നുമല്ല. അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. തമസോമാ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. മൃത്യോർമാ അമൃതംഗമയ,
മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. Lead us from this mortality to immortality, to attain immortality. They were praying, they were seeking, they were asking. അവർ ചോദിച്ചു. മൂന്നും ക്രിസ്തുവിന്റെ ജനനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഭാരതീയ വേദങ്ങളിലെ പ്രാർത്ഥനയുടെ മറുപടിയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. സത്യത്തിലേക്ക് നയിക്കണമേ, ഞാനാണ് സത്യം. ജീവനിലേക്ക് നയിക്കണമേ, ഞാനാണ് ജീവൻ. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവര് ചോദിച്ച 3 കാര്യത്തിന്റെയും ഉത്തരം ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തു എല്ലാവരുടേതുമാണ്, എല്ലാവർക്കുമാണ്, എല്ലാവരിലുമാണ്. അതൊരു മതത്തിന്റെ സ്വകാര്യ സ്വത്താക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം, ദുര്യോഗം. അതിനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. അതല്ല ശരി. ആകാശത്തൊരു സൂര്യനുള്ളത് പോലെ ദൈവത്തിന്റെ പുത്രൻ, ക്രിസ്തുവിന്റെ സുവിശേഷം അതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാവർക്കും വേണ്ടി ഉദിച്ചതാണ്. അതാണ് സദ്വർത്തമാനം. സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള ആ മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഈ സദ്വർത്തമാനത്തെ എന്ത് ചെയ്തു? ചില ആളുകൾ പാഴ്മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കുന്നത് പറഞ്ഞ പോലെ മതത്തിന്റെ മൗലികവാദം സുവിശേഷത്തിന്റെ തേജസ്സിനെ അനേകരുടെ ഹൃദയത്തിൽ മറച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ 2 Corinthians 4:4 പറയുന്നത്, ഫോർ ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ്. വാട്ട് ഈസ് ദ ഗോഡ് ഓഫ് ദിസ് വേൾഡ്? ഈ ലോകത്തിന്റെ പ്രഭു. ഈ ലോകത്തിന്റെ പ്രഭു റിലീജിയൻ ആണ്. ഈ ലോകത്തെ വാഴുന്ന, ഈ ലോകത്തെ സ്വാധീനിച്ചിരിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഈ ലോകത്തിന്റെ പ്രഭു റിലീജിയൻ. പാരാഫ്രൈസ്ഡ് ആയിട്ട് വായിച്ചാൽ, റിലീജിയൻ ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് അൺബിലീവേഴ്സ് സോ ദാറ്റ് ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറിയസ് ഗോസ്പൽ മൈറ്റ് നോട്ട് ഷൈൻ അപ്പോൺ ദെയർ ഹാർട്ട്സ്. വാട്ട് ഈസ് ദ ഗ്ലോറിയസ് ഗോസ്പൽ? തേജസ്സുള്ള സുവിശേഷം ഹൃദയങ്ങളിൽ ശോഭിക്കാൻ മതം തടസ്സം നിൽക്കുകയാണ്. ഗോഡ് ഓഫ് ദിസ് വേൾഡ്, റിലീജിയൻ, മതത്തിന്റെ പാഴ്മുറങ്ങളെ വലിച്ചു ചീന്തി നീതിസൂര്യന്റെ പൊൻകിരണങ്ങൾ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നവർ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുകയാണ്. അവിടെയാണ് പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തു ജനിച്ചപ്പോ ക്രിസ്തുവിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഒരു വിശുദ്ധ പുരുഷന്മാരും വന്നില്ല. അവരൊക്കെ അവിടെ കൈയിട്ട് വാരുകയും മോട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലായിരുന്നു. വന്നതാരാ? വിദൂര ദേശത്ത് നിന്ന് വിജാതീയരായ പൂജരാജാക്കന്മാർ ക്രിസ്തുവിനെ കാണാമെന്ന് അന്വേഷിക്കുന്നവർ. ക്രിസ്തു ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും എല്ലാമായി തീരുവാൻ, എല്ലാവരിലും ആയിത്തീരുവാൻ ക്രിസ്തു ജനിച്ചു. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗോസ്പൽ വി ഹാവ്. ഈ എൽദോ നോയമ്പിന്റെ ഈ സീസണിൽ ഈ ചിന്തകൾ നിങ്ങളെ ധന്യമാക്കട്ടെ. ഇന്ന് വൈകിട്ട് നമുക്ക് കൺവെൻഷൻ ഉണ്ട്. ഇന്ന് വൈകിട്ട് നമ്മൾ 7 മണിക്ക് കൺവെൻഷൻ. സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി, സ്വതന്ത്ര ചിന്തകരുടെ അവകാശവാദങ്ങൾ, എന്താണ് അവരുടെ കാഴ്ചപ്പാടുകൾ, അത് മനസ്സിലാക്കാനാണ് നമ്മൾ മീറ്റിംഗ് വെക്കുന്നത്. അതേക്കുറിച്ച് വൈകിട്ട് യോഗത്തിൽ നമ്മൾ കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ധന്യമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മഹിമാവിൻ മഹിതം രൂപം മഹിമാവിമാനോ
വേഷത്തിൽ വെളിവായി മഞ്ഞിൽ പൂർണ്ണം താദേശനു തുല്യം പൂർണ്ണം നമ്മൾക്കും തുല്യൻ സ്വർഗീയസുതൻ പ്രേക്ഷിതനായി വീഴും ഭൂലോകത്തിൽ ഉന്നത സ്വർഗത്തിൽ ഭൗമികരേറ്റി ദൈവീകമാം ബാന്ധവമേകി ദൈവത്തെ എരിതീ ജ്വാലയിലേരിയായി വാൻ ശ്രോപ്പീന്മാർ വദനം മൂടി നിർമ്മലനാദത്താൽ ആരെ കീർത്തിക്കും അവനെ ശിശുപോൽ സാധു സ്ത്രീ താരാട്ടി താലോലിച്ചു ശിശുപോൽ സ്വർഗജനിയാൻ ശ്രീയാൻ മുരുവേദലഹേനിൽ